UGCയുടെ പുതിയ ഇക്വിറ്റി റൂൾസിനെ പറ്റി നിങ്ങൾക്ക് അറിയുമായിരിക്കും ആൻഡ് ദി കോൺട്രവേഴ്സീസ് അറൗണ്ട് ഇറ്റ്. ബട്ട് ടുഡേ ഐ എം നോട്ട് ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ്. ഐ എം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് സംതിങ് ക്ലോസർ, സംതിങ് അബൌട്ട് കേരള, ആർ ക്യാമ്പസസ് ആൻഡ് ദ ന്യൂ ജനറേഷൻ. ചോദ്യം ഇതാണ്, ആർ വി ആക്ച്വലി ബിക്കമിങ് ടോളറൻറ്റ് ഓർ ആർ വി ആക്ച്വലി ഗുഡ് അറ്റ് ഹൈഡിങ് ആർ പ്രെജുഡിസസ്? എക്സ്പ്ലിസിറ്റ് ഫോമിലുള്ള ഡിസ്ക്രിമിനേഷൻ കുറവായിരിക്കും, ബട്ട് ഇംപ്ലിസിറ്റ് ഫോമിൽ നമ്മൾ ഈ ഏജ് ഓൾഡ് ട്രഡീഷൻസ് ആക്ച്വലി റെയിൻഫോഴ്സ് ചെയ്യാറില്ലേ? പ്രജുഡീഷ്യൽ ഫോമിൽ കോളനി അല്ലെങ്കിൽ തൊട്ടിത്തരം എന്നൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി ഷോസ് ദ ഡീപ്പ് റൂട്ടഡ് കാസ്റ്റ് ബയസ് ഇൻ യു. കോളനി എന്നൊക്കെ നോർമലൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊന്നും മനുഷ്യരല്ലേ? അവിടെ ജീവിക്കുന്നവരൊക്കെ നമ്മളെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരല്ലേ? അതിനെ കളിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആക്കിയില്ലേ ശരിക്കും? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, മാരേജ്. അത് കംപ്ലീറ്റ്ലി ഒരു പേഴ്സണൽ ചോയ്സ് ആണെന്ന് വിശ്വസിക്കുന്നു, ബട്ട് ശരിക്കും അങ്ങനെയാണോ? വളരെ ടോളറൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന പ്രബുദ്ധ മലയാളികൾ വളരെ പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ള മാരേജിൽ കാസ്റ്റിസം, റേസിസം, കമ്മ്യൂണലിസം അഥവാ വർഗീയവാദം എന്നിവ കൊണ്ടുവരുന്നില്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ദ അൾട്ടിമേറ്റ് എയിം ഇസ് ടു മേക്ക് മൈ ഫാമിലി ഹാപ്പി. അതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലെങ്കിലും അവർ പറയുന്ന പോലെ സ്വന്തം ജാതിയിലുള്ള ഒരാളെ ആയിരിക്കും പാർട്ണറായിട്ട് ചൂസ് ചെയ്യുക. വാട്ട്? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ വർഗീയവാദവും ജാതി വ്യവസ്ഥയും ഈ കാസ്റ്റിസം ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണോ നമ്മൾ നമ്മുടെ പേരൻസിനെ ഹാപ്പി ആക്കേണ്ടത്? നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എത്തിക്സും ബിലീഫ് സിസ്റ്റവും ഐഡിയോളജീസും ക്യാരക്ടറൊക്കെ ഇല്ലേ? ഈ ഒരു ഇൻ്റർ ജനറേഷണൽ ട്രോമ നമ്മുടെ ജനറേഷനോടുകൂടി അവസാനിക്കണം എന്ന് അതിയായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളായിരിക്കണം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു മതം, ജാതി വ്യവസ്ഥത്തിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് ആക്ച്വലി നമ്മളല്ലേ. ഇത്രയും നമ്മളെ വളർത്തി വലുതാക്കിയ പേരൻസിനെ അല്ലെങ്കിൽ മുതിർന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ ഹാപ്പി ആക്കി വെക്കേണ്ടത് നമ്മളുടെ ചുമതല തന്നെയാണ്. ബട്ട് നോട്ട് ബൈ റെയിൻഫോഴ്സിങ് ദിസ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കമ്മ്യൂണലിസം. ദൈവം ഒരിക്കലും മനുഷ്യരെ ഡിവൈഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡിവൈഡ് ചെയ്യുന്നത് മനുഷ്യർ തന്നെയാണ്. ഒരു ക്രൈസിസ് വന്നാൽ ഇറ്റ്സ് നോട്ട് ദ ഗോഡ് ഹു ഈസ് ഗോയിങ് ടു കം ആൻഡ് റെസ്ക്യൂ അസ്, ഇറ്റ് ഈസ് ദ പീപ്പിൾ. ഈ ഒരു ഇൻ്റർ ജനറേഷണൽ ട്രോമ ക്യാരി ഫോർവേഡ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനറേഷനെങ്കിലും സമ്മതിക്കരുത്. ലെറ്റ്സ് പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ടു ദിസ്. മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ജനറേഷനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനറേഷനെങ്കിലും മാറട്ടെ. നിങ്ങളുടെ സൈലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്റ്റിൽ ഡിവിഷൻ ഓഫ് പീപ്പിൾ ഇസ് ആക്ച്വലി റെയിൻഫോഴ്സിങ് ദിസ് ഏജ് ഓൾഡ് ട്രഡീഷൻ. സോ ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. ലൈക്ക് ഇഫ് യു അഗ്രി ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.